വശം പറയാം. അതായത് ഈ മകൾക്ക് എത്ര നാൾ മുമ്പാണ് 2009 ഒരു മുഴ ഈ ചെവിയുടെ ഭാഗത്ത് വരികയും കാർസിനോമ എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻസറസ് ആയിട്ടുള്ള മുഴയാണ് കാർസിനോമ എന്ന് പറയുന്നത്. അത് റിമൂവ് ചെയ്യുകയും അതിന്റെ ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യുകയും ചെയ്തതാണ്. അതിനുശേഷം എന്നാണ് ഈ ചെവിയിലുള്ള മുഴ വന്നത്? കഴിഞ്ഞ ആഴ്ചയിലാണ് ചെവിയിൽ ഒരു മുഴ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ അങ്ങനെ അത് മകള് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന മകളാണ്. അവിടുത്തെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഇനി മുഴ ഇങ്ങനെ ചെവിട്ടിൽ വീണ്ടും വളർന്നിരിക്കുന്നു. ഓൾറെഡി ക്യാൻസറിന്റെ ഹിസ്റ്ററി ഉള്ളതാണ്. അപ്പോൾ ഒരു വലിയ ഭയത്തോടുകൂടെയാണ് ഇന്ന് വന്നത്. ഈശ്വനാമത്തിൽ പ്രാർത്ഥിച്ചു. ഈശോയുടെ ഈ മാതാവിന്റെയും മധുരസ്വരം കേൾക്കാൻ എന്റെ കാതുകൾ തുറക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ ചെവിട്ടിലുണ്ടായിരുന്ന മുഴ ഇപ്പോൾ കാണാനില്ലെന്ന് പറഞ്ഞു. ഇല്ല, കൈയടിച്ച് സ്ഥലം കായലോട് കൂത്തുവാട്. ചെടിയിലൊരു മുഴയായിരുന്നു കർശനമാണ്. തിരുവനന്തപുരം ആർസിസിന് ഓപ്പറേഷൻ കഴിഞ്ഞ് 14 വർഷമായപ്പോൾ അതിനുശേഷം ഇപ്പൊ ചെറിയൊരു ഒരു ചെടിക്കുള്ളിൽ ഇവിടെ ജോലി ചെയ്യുന്ന അവിടെ ഡോക്ടറെ കാണിച്ചത് ചെറിയൊരു കുരുവാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഈശോയിലും ഈശോയിലും മാതാവിനും അതുപോലെ മരുന്നൊക്കെ ചെയ്ത് കുറഞ്ഞിട്ടാണ് അച്ഛനെ കാണണം, ഈശോനെ കാണണം വെച്ചിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ അച്ഛനെ ഉള്ളിലെടുത്ത് ചെടിക്കുള്ളിൽ വെച്ച് അതിപ്പോൾ കുറഞ്ഞു വന്ന സമയം വരുമ്പോൾ അച്ഛനെ രാവിലെ എല്ലാം കാണാനുണ്ടായിരുന്നു. ഇപ്പൊ നോക്കുമ്പോൾ അച്ഛൻ കാണാനില്ല. ഇല്ല, ചെവിയിലുണ്ടായിരുന്ന മുഴയിപ്പം കാണാനില്ല. അച്ഛനും 1000 നന്ദി പഠിപ്പിച്ച അച്ഛനും ഇല്ല കാണുന്നില്ല. കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഡോക്ടറെ കാണിച്ച് ഡോക്ടറിന് തീരുവാണ്. പ്രിയപ്പെട്ടവരെ പറയാം. അതായത്